അഴകിയ രാവണിലെ ശങ്കർദാസ് ആണോ? ശങ്കർദാസ് എന്ന് പേര് വീഴാൻ കാരണം ഫ്രൈഡേ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്. ആ കാലത്ത് ഇങ്ങനെ സിനിമയായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും ഇങ്ങനെ സംസാരിച്ചപ്പോൾ എൻ്റെ ശരിക്കും പേര് ശങ്കുരു എന്നാണ്. ശങ്കുരു. അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ സംസാരിച്ചൊക്കെ വന്നപ്പോൾ തമാശയ്ക്ക് ഇങ്ങനെ നമ്മളെ ഹിസ്റ്ററിയൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് അഴകിയ രാവണിലെ ശങ്കർദാസ് എന്ന് ചെറിയ ടച്ച് മാതിരി ഇത്തിരി പൊങ്ങച്ചോ ഇത്തിരി ആ സാധനമൊക്കെ സിനിമയിൽ വേണമെന്ന് തോന്നിയപ്പോൾ റിയൽ കൃഷിക്കാരനാണ്. അത് വേറെ സംഭവം, കൃഷിയും പശുവും അങ്ങനെയൊക്കെയുള്ള സംഭവമാണ്. അപ്പോൾ സിനിമയിലേക്ക് എത്തിയപ്പോൾ ഈ അഴകിയ രാവണൻ ശങ്കർദാസ് അയാൾ 100 രൂപ കൊടുക്കും എന്ന് പറയുന്ന ആ സാധനമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മളുടെ അടുത്ത് വന്നാൽ 100 രൂപ കിട്ടും എന്ന് പറയുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് വെച്ചിട്ട് വിജയബാബു, സാൻഡ്ര, അങ്ങനെ ടീം, സാജിദയ്യ, ഇവർ സാൻഡ്ര അനിയത്തി, ഇവരൊക്കെ കൂടി പറയാണ് ഓൾറെഡി ശങ്കരങ്കൽ എന്ന് പറഞ്ഞ ആള് ശങ്കർദാസ് എന്നാക്കി പേര്. ഇതാണ് ഇതിന്റെ ഫ്രൈഡേ എന്നാണ് ഈ സാധനം കിട്ടുന്നത്. അപ്പൊ എനിക്കും തോന്നി, ഒരു കർഷകനും കൃഷിക്കാരനായി എനിക്കും തോന്നി, അയ്യോ ഇത് കൊള്ളാല, അടിപൊളിയുള്ള എന്താണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ആലോചിക്കുമ്പോൾ നാട് വിട്ടുപോയ ചരിത്രമൊക്കെ നമുക്ക് ബാക്കിലുണ്ട്. ചെറിയൊരു ഞാനും ചെറുതിലെ നാട് വിട്ടു പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയപ്പോ തിരിച്ചു വരുമ്പോ നമ്മളെ ആ സാധനമായിട്ട് അപ്പൊ ഇത് കൊള്ളാം. അഴകിയരുള്ള ശങ്കർദാസ്, അയാളെ പടം ഞാൻ കണ്ടിട്ടുള്ള സിനിമയാണ്. അപ്പൊ അയാൾ കുട്ടിക്കാലത്ത് നാട് വിട്ടുപോയി അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, അതുപോലത്തെ ആ രീതിയിലല്ലെങ്കിൽ പോലും നമുക്ക് എവിടെയൊക്കെ ഒരു ടച്ച് ചെയ്യുന്ന ഒരു സാധനം. പിന്നെ അപ്പൊ അത് വെച്ചിട്ടാണ് പിടിച്ചത് നമ്മള്. അപ്പൊ അവരെല്ലാവരും പറഞ്ഞു ശങ്കർദാസ്, ഓക്കെ അഴകിയരാണുള്ള ശങ്കർദാസ്. അപ്പൊ അത് പലരും പറയും 100 കൊടുക്കുന്ന ശങ്കർദാസ് എന്ന് പറയും. പലരും നമ്മളെ തമാശക്ക് പോലും നമ്മളെ സുഹൃത്തുക്കൾ വരും വിളിക്കും. എത്ര വയസ്സിൽ നാട് വിട്ടേ? നാട് വിട്ടു പറഞ്ഞോണ്ട് നാട് വിട്ടത് 10 വയസ്സില്. 10 വയസ്സില് നാട് വിട്ട് എങ്ങോട്ടേക്ക് പോയി? ചെന്നൈയിൽ. അന്ന് കള്ള ട്രെയിൻ കയറിയിട്ട്, കള്ള ട്രെയിൻ ഈ കാലഘട്ടം ഒന്നുമല്ല, സോഷ്യൽ മീഡിയ അങ്ങനെ എഴുത്ത് അങ്ങനെ ഒന്നും നമുക്ക് ഒരാളെ പോയ ചെന്നൈ മദ്രാസിൽ പോയാലൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇന്നൊക്കെ ഒരാളെ പോയ 3 മിനിറ്റ് കൊണ്ട് കണ്ടുപിടിക്കും. പിന്നെ അന്ന് അന്വേഷിച്ചാലൊന്നും കിട്ടില്ല. ഇന്ന് ബാലപീഠം അങ്ങനത്തെ സംഭവം ഒന്നും അത്ര 80 കാലഘട്ടം 81 കാലഘട്ടം. അവിടെ പോയാലും മദ്രാസിൽ എവിടെ പോയാലും ജോലി കിട്ടും. ചായക്കടയിൽ കിട്ടുന്ന പണിയാണ് മദ്രാസിൽ പോയാൽ ആദ്യം കിട്ടുന്ന ജോലിയാണ് ഗ്ലാസ് കഴുകുക, ചായ ക്ലാസ് കഴുകുന്ന ജോലി. അപ്പൊ ആ കാലഘട്ടത്തിൽ വേറെ മാർഗമില്ല, നാട് വിട്ട് പോയല്ലോ, പിന്നെ തിരിച്ചു വരാനും പറഞ്ഞുകൂടാ. അങ്ങനെ അറിയത്തില്ല, ട്രെയിനിൽ കയറിപ്പോയി. തിരിച്ച് എക്മോർ എന്ന് പറയും. ഇത് പറഞ്ഞാൽ ചിലപ്പോൾ ഇത് നമ്മൾ ചിലവർ ചിലപ്പോൾ അത് വിശ്വസിക്കില്ല. പിന്നെ നമ്മളെ റിയൽ സാധനം നമ്മൾ പറയണോണ്ട് നമുക്ക് അതിലൊരു വിഷമം തോന്നുന്നില്ല. നമുക്ക് പറയാം. പിന്നെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സാധനവും ഫോണിൽ കാണാം. ആ കാലഘട്ടത്തിൽ ഇതൊന്നും കാണില്ല. എക്മോർ എന്ന് പറഞ്ഞ മോർ മാർക്കറ്റ് ഉണ്ട്. നമ്മളെടുത്ത് കഴിഞ്ഞാൽ ഒരു സാധനം അവർ മേത്തിക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് മേടിച്ചേ പറ്റൂ. അങ്ങനെ കുറേ ഓട്ടോറിക്ഷ റൗഡികളുണ്ട്. ഹോട്ടലിൽ വന്നിട്ട് ചായ ഒഴിച്ച റൗഡിക്ക് കൊടുത്തില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരു റൗഡിയുടെ മേത്തിക്ക് പാലെടുത്ത് ഒഴിക്കേണ്ടി വന്നു. അയാൾ കുഞ്ഞാണ് ഞാൻ. അപ്പൊ അത്രയും കുഞ്ഞാണെങ്കിൽ പോലും അവർക്കതൊന്നും വിഷയമല്ല. അങ്ങനെ ഞാൻ പാലെടുത്ത് ഒഴിച്ചിട്ടും അവിടെ നിന്ന് പോകേണ്ട വന്നു. മദ്രാസിൽ നിന്ന് ബോംബെക്ക് പോയി. മലാഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ പോയി. അവിടെ ഒരു ഹോട്ടലിൽ, അപ്പൊ അവിടെ ഒരു ഹോട്ടലിൽ നിന്ന് കുറച്ചാൾ. അത് കഴിഞ്ഞ് പിന്നെ ആന്ധ്രയിൽ ഒരു ഹോട്ടലിൽ നിന്ന്. അങ്ങനെയൊക്കെ കുറെ കഥകളുണ്ട്. ഈ കഥകളുടെ ഇടയിൽ അച്ഛൻ വീട്ടിലമ്മയൊക്കെ അന്വേഷിക്കലും പേടിക്കലൊക്കെ ഉണ്ട്. ആർക്കും ഒരു ചെറുതിലെ ഒരു പിടുത്തമില്ല. ഒരു സുപ്രഭാതത്തിൽ വീട്ടിൽ വന്ന് കയറിയപ്പോൾ അവരൊക്കെ ഞെട്ടി. പാന്റും ഷർട്ടൊക്കെ ഇട്ട് വേറെ സെറ്റപ്പിലേക്ക് വന്നപ്പോൾ അവര് കിടുങ്ങി പോയി. കൊണ്ടാണ് ഇത് നമ്മളെ മോൻ തന്നെയാണ്. അവർക്കും ഡൗട്ട്. ഇനി വേറെ അത്യാവശ്യം വീട്ടില് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കൃഷിയല്ല, ഓൾറെഡി കുടങ്ങല്ലൂർ സ്ഥലമൊക്കെ ഉണ്ട്. അരയമ്പറമ്പിൽ എന്ന് പറഞ്ഞ ഫാമിലിയിലുള്ള. അപ്പൊ അത്യാവശ്യം ഭൂമിയൊക്കെ ഉണ്ട് നമ്മൾക്ക്. അപ്പം അച്ഛൻ ഈ അമ്മയൊക്കെ ഞെട്ടി. പിന്നെ നമ്മളെ സ്വന്തം മോനെ തിരിച്ചറിയാത്ത ആരും ഉണ്ടാവില്ലല്ലോ. തിരിച്ചറിഞ്ഞ് സന്തോഷത്തോടെ സ്വീകരിച്ചു.